ഒരേ സമയം ഒരേ രീതിയിൽ രണ്ട് സിനിമയിലെ രണ്ട് പ്രധാനപ്പെട്ട നടിമാർക്കെതിരെ ഒരേ തരത്തിലുള്ള ആരോപണം വരുവാണ്. ഈ സിനിമയുടെ ഇപ്പോൾ പ്രൊമോഷൻ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പ്രൊമോഷനിൽ സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യം എനിക്ക് കണ്ടപ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്ത ആരോപണമാണോ എന്ന് എനിക്ക് തോന്നി എന്നുള്ളതാണ്. ആദ്യത്തെ ആരോപണം വന്നത് അനശ്വര രാജിനെതിരെയാണ്. രണ്ടാമത്തെ ആരോപണം വരുന്നത് ഈ അഹാനയ്ക്കെതിരെയാണ്. അഹാൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ മകളാണ്, ലൂക്ക സിനിമയിലെ നായിക. അപ്പോൾ ഇവർക്കെതിരെയാണ്. ഇവരാരും പ്രൊമോഷനിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പടമാണ്. നമ്മൾ ഈ പടത്തെ പറ്റി ഇപ്പോഴാണ് കേൾക്കുന്നത്. ഈ ആരോപണം വരുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. ഈ സിനിമക്കാരാണ്, നമുക്ക് നമ്പാൻ പറ്റത്തില്ല. ഏതെല്ലാം തരത്തിൽ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യും എന്ന് നമുക്ക് ഒരറിവില്ലാത്ത ആൾക്കാരാണ്. എന്തായാലും ഈ അനശ്വരിക്ക് ഇത്തരത്തിലുള്ള പ്രൊമോഷന് നിന്ന് കൊടുത്തിട്ട് ഒരു സിനിമ ഓടിക്കേണ്ട ഗതികേടൊന്നുമില്ല. അതുപോലെ തന്നെ അഹാനയ്ക്കും ഇത്തരത്തിലുള്ള പ്രൊമോഷന് നിന്ന് കൊടുത്തിട്ട് പടം ഓടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പടം ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചിലർ എന്ന് പറയുന്ന ഇന്ദ്രൻ സുകുമാറിൻ്റെ ഒരു പടമാണ് അനശ്വരയുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ നടക്കുന്നത്. വേറൊരു പടം എന്ന് പറയുന്നത് അന്തരിച്ച സംവിധായകൻ്റെ ഭാര്യയാണ്. ആ പടം രണ്ടാമത്, വർഷങ്ങൾക്ക് മുമ്പാണ് ആ സിനിമ എടുത്തു വെച്ചത്, രണ്ടാമതാണ് വരുന്നത്. ഈ സിനിമയിലെ നായികയല്ലേ അഹാന, ഞങ്ങളോട് മാനുഷിക പരിഗണനെങ്കിലും കാണിക്കുമെന്ന് കരുതി അന്തരിച്ച സംവിധായകൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇവർ നമ്മൾ കേട്ടിട്ടില്ലാത്ത രണ്ട് പടം, ഈ രണ്ട് പടം അത്ര വലിയ സ്റ്റാർ വാല്യൂ ഉള്ള പടമൊന്നുമല്ല, കേട്ടിട്ടില്ലാത്തൊരു പടവുമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പ്രൊമോഷൻ നേരാവണ്ണം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങോട്ട് കരകയറി പോകാത്തൊരു പടവുമാണ്. കാര്യം തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിലുള്ള പടവുമല്ല. പക്ഷേ വിവാദം വന്നിടത്തേക്ക് നമ്മളെല്ലാവരും ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അനശ്വരയുടെ കേസിലേക്ക് വരാം. ഈ അനശ്വരയുടെ കേസിൽ കഴിഞ്ഞ ദിവസം വരെ അനശ്വര വളരെ മോശമാണെന്നുള്ള രീതിയിൽ അനശ്വര ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അനശ്വര ഇന്ന് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ദീപു കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് അവർ തെളിവ് സഹിതമാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ദ്രൻ സുകുമാരൻ അനശ്വര സിനിമയുടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന പടവുമായി ബന്ധപ്പെട്ട് അനശ്വരയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ വായിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ വ്യക്തവും. തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളും ഞാൻ പ്രൊമോഷൻ സഹകരിക്കുന്നില്ല എന്ന ഇൻ്റർവ്യൂ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രം 2024 ഓഗസ്റ്റിൽ റിലീസ് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഈ പടം ഇതുവരെ ഇറങ്ങിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇറങ്ങാത്തൊരു പടമാണ്, അത്ര സ്റ്റാർ വാല്യൂ ഇല്ല. നമ്മൾ ഇന്ദ്രൻ സുകുമാരനാണ് സിനിമയിൽ വരുന്നത്, അത്ര വലിയ ഇടിച്ച് കയറുന്നൊരു പടവുമല്ല, നമുക്കത് മനസ്സിലാവും. പക്ഷേ പ്രൊമോഷൻ കിട്ടുന്നുണ്ട് പടത്തിന്. ആദ്യം തന്നെ കൃത്യമായി കാശെണ്ണി പറഞ്ഞ് ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോലും വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശത്തെക്കുറിച്ച് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പേയ്മെൻറ്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡക്ഷൻ പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങേണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ എന്നുള്ള രീതിയിൽ അനശ്വര പറയുന്നുണ്ട്. ക്യാരക്ടർ പോസ്റ്റർ ട്രെയിലർ എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിനെ ഫാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഏതോ ഒരു പേജ് എന്ന തെറ്റായ ധാരണ പടർത്തുകയും പടത്തിൽ പ്രധാന അഭിനേതാവും സംവിധായകനും കാല് പിടിച്ചു പറഞ്ഞിട്ട് പോലും ഞാൻ പ്രൊമോഷൻ വരാൻ തയ്യാറായില്ല എന്നുള്ള രീതിയിൽ, അതായത് ഇന്ദ്രൻ സുകുമാരനാണ് പ്രധാന നടൻ, അതുപോലെ തന്നെ സംവിധായകനും കാല് പിടിച്ചു പറഞ്ഞു എന്നിട്ടും ഈ പ്രൊമോഷൻ തയ്യാറായില്ല എന്നുള്ള രീതിയിൽ അനശ്വര പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ദീപു കരുണാകരൻ പറഞ്ഞത്. എന്നാൽ റിലീസ് ചെയ്തതോട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ. ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇൻ്റർവ്യൂ എൻ്റേത് മാത്രമാണ്. ശേഷം ടീമിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും അപ്ഡേറ്റ്സ് ഒന്നും ഞങ്ങൾക്ക് വന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ കാര്യത്തിലും ഇവരോട് ഈ നടന്മാരോ നടിമാരോടോ ഒന്നും പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനകത്ത് അനശ്വര തന്നെ ഈ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ അനശ്വര തന്നെ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഫോട്ടോയൊക്കെ കൊടുത്തതും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തതും നമുക്കതിനകത്ത് സ്ക്രീൻഷോട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അനശ്വര ഇതിനകത്ത് പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്, ഇനിയും പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഈ ഒരു സമയം ഒരു പ്രൊമോഷന് വേണ്ടി ഉപയോഗിച്ചോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ മാറ്റി വെക്കുക. എന്തായാലും അമ്മ സംഘടനയിൽ കൊണ്ട് പരാതി കൊടുക്കുമെന്ന് പറയുന്നത് സ്ത്രീ എന്ന പരിഗണന വേണ്ട എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ അനശ്വരയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അതിനകത്ത് കണ്ടു. പരിഗണന വേണ്ട എന്നുള്ള രീതിയിൽ അവർ സ്ത്രീ എന്നുള്ളൊരു പരിഗണനയുടെ പേരിൽ ആരും ഒന്നും പറയണ്ട, ഞാൻ അമ്മ സംഘടനയിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ പുതിയൊരു പടമാണ്. ആ പടത്തിൻ്റെ ഒരു കാര്യം നോക്കാം. അതായത് നടി അഹാന കൃഷ്ണയ്ക്കെതിരെ ആരോപണമായി അന്തരിച്ച സംവിധായകൻ ജോസഫ് മനു ജെയിംസിൻ്റെ ഭാര്യ മനു സംവിധാനം ചെയ്ത നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷന് അഹാന സഹകരിക്കുന്നില്ല എന്ന
ജോസഫ് മനു ജെയിംസിൻ്റെ ഭാര്യ നയനയുടെ ആരോപണം. മനുവിൻ്റെ മരണശേഷം പോസ്റ്റ് പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോയത് നയനയാണ്. കാരണം വ്യക്തമായില്ലെന്നും മാനുഷിക പരിഗണന വ്യക്തമല്ലെന്നും മാനുഷിക പരിഗണനയെങ്കിലും കാണിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവർ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഈ സിനിമ 4 വർഷം മുമ്പ് എടുത്തോളൂ പടമാണ്. അതിൻ്റെ സംവിധായകൻ മരണപ്പെട്ടു പോയാണ്, ഭാര്യയാണ് ആ സിനിമ പിന്നെ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ്. അജു വർഗീസ് ഒക്കെ ഇൻ്റർവ്യൂവിൽ നിന്ന് ഭാഗമായിട്ടുണ്ടായിരുന്നു. അജു വർഗീസ് ഒക്കെ പിന്നെ എല്ലാ സിനിമയുടെയും ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് പ്രൊമോഷനൊക്കെ വന്നിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് ആഹാന വന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തും നമുക്ക് കൃത്യമായ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഈ സിനിമ ഇറങ്ങിയാൽ ഇത് ഓടും ഹിറ്റാകും എന്ന് 100% നമുക്ക് അഭിപ്രായമൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയും ഒരു സ്റ്റാർ വാല്യൂ ഉള്ള പടങ്ങളൊന്നുമല്ല. 4 വർഷം മുമ്പ് എടുത്തു വെച്ചാണ് സംവിധായകൻ മരണപ്പെട്ടു പോയി. അതിനുശേഷം ഭാര്യ ഇറക്കുന്നൊരു പടമാണ്. അതിനകത്തൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതിനും അഹാന ഒരു തരത്തിലും ഈ പ്രൊമോഷൻ്റെ ഭാഗമാകുന്നില്ല എന്നുള്ളതാണ്. അജു വർഗീസിൻ്റെ ഒരു പടമാണ്, ഒരു തരത്തിലും പ്രൊമോഷന് ഭാഗമാകുന്നില്ല എന്നുള്ളത്. ഇതിനകത്ത് എല്ലാം കൂടെ കൂട്ടി വയ്ക്കാൻ നേരത്തെ വെച്ചാൽ ഒരു കുഞ്ഞു പടം, വളരെ ചെറിയ പടം. ഇതെല്ലാം നമ്മളിപ്പോൾ അറിയുന്നു, ഈ പടത്തിൻ്റെ പേര് നമ്മൾ അറിയുന്നു. ഈ 2 സിനിമയുടെയും അനശ്വരയ്ക്കെതിരെ അല്ലെങ്കിൽ ആഹാനയ്ക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ നേരത്താണ് നമ്മൾ ഈ പടത്തെപ്പറ്റി അറിയുന്നത്. ഇങ്ങനൊരു സിനിമ വരുന്നുണ്ടെന്ന് അറിയുന്നു. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായ രീതിയിൽ ഉപകാരം കിട്ടുന്ന രീതിയിലാണ് ഈ പടത്തിൻ്റെ പ്രമോഷൻ വർക്ക് പോയിരിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് എനിക്ക് അത്യാവശ്യം ഒരു അങ്ങോട്ട് വെട്ടിപ്പാവുന്നില്ല കാര്യങ്ങളൊന്നും.